ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇവിടെ നല്ല കാറ്റും മഴയാണ്. എപ്പോഴാണ് കറണ്ട് പോകുക, എപ്പോഴാണ് കറണ്ട് വരിക ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് എന്താ പറയുക, ഒരു ലക്ഷ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ 25 ഒരു ഗിവ് എവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മുടെ ഗിവ് എവേക്കുള്ള ഇത് സ്റ്റാർട്ട് ആവണത് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും കഴിഞ്ഞ ഗിവ് എവേയുടെ റൂൾസ് പോലെ തന്നെയാണ്. നമ്മളിടുന്ന ഇന്ന് മുതലിടുന്ന എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്ന ആളിന്ന് ഏറ്റവും കൂടുതൽ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇട്ട ഒരാളെയാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിവ് എവേയുടെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ എന്താ കൊടുക്കണമെന്ന് ഗിഫ്റ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. വളരെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ബിക്കോസ് എൻ്റെ ചാനൽ കാണാൻ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും ഈ ഒരു ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യണവർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹോം മെയ്ഡ് ബിസിനസ് ചെയ്യണവരായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി മെറ്റീരിയൽസ് തന്നെ ആവാം, പക്ഷേ ഒരിക്കലും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കില്ല കേട്ടോ. അതായത് ഞാൻ ഉണ്ടാക്കിയ ക്ലിപ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സസറീസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഞാൻ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. നമുക്ക് പിന്നെ 2K ആയി. ആക്ച്വലി ഞാൻ 2K ആവുമ്പോഴാണ് വിന്നർ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് കുറച്ച് ഡിലേ ആയത് കാരണമാണ് ഞാൻ വിചാരിച്ചത് എത്രയെന്ന് വെച്ചിട്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഗിവ് എവേയുടെ വിന്നർ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തത്. ആക്ച്വലി അവർക്ക് ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അവിടേക്ക് സർവീസ് ഇല്ലാത്തത് കാരണം തന്നെ നമുക്ക് ആ റിട്ടേൺ വന്നു. ഇനി ഞാൻ മൺഡേ ആണ് അവർക്ക് ആ ഗിഫ്റ്റ് ഞാൻ വീണ്ടും പോസ്റ്റൽ വഴിയാണ് അയക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് മൺഡേ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോണത്. പിന്നെ വേറെ എന്താണ്, പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ക്രോഷെറ്റിൻ്റെ ഒരു ഫ്ലവർ മേക്കിങ്ങും ലീഫ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചിലവർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ പഠിച്ച് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാതെ ഞാൻ എൻ്റെ വായി തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആരെങ്കിലും കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ സ്ട്രൈക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാത്ത കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ചിലവർ കൊടുക്കും, ചിലവർ കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല. സീരിയസ്ലി എനിക്കറിയില്ല. ഞാൻ കാണാറുണ്ട്. ഞാൻ പഠിക്കാൻ ഭയങ്കര മടിച്ചായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുത്തിയിരുന്ന് എന്തൊക്കെയാണ് ടെക്നിക്കൽ വശങ്ങൾ പറയണം അങ്ങനെയൊന്നും എനിക്ക് നോക്കി പഠിക്കാനുള്ളൊരു സാവകാശം ഇല്ലെങ്കിൽ ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ കണ്ട് ഞാൻ കയ്യിൽ മൂവ്മെൻറ്റ്സ് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ എത്ര ഇഴയെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ബേസിക് ചെയിൻ സ്റ്റിച്ച് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എല്ലാം മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇതും കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് പോലെ കളർ പോവില്ലെങ്കിൽ ഗിൽഡർ ഫോം ഷീറ്റ് പോലെ കളർ പോവില്ലെങ്കിൽ കുട്ടികൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കീറിപ്പോവും. അങ്ങനെയുള്ള ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പഠിച്ച എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ പഠിക്കാനാണ് കുറച്ച് കഷ്ടപ്പാട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽസൊക്കെ കുറച്ച് വില കുറവിൽ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു റോളിലുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിന് തന്നെ 12 രൂപ 13 രൂപയൊക്കെ തന്നെ വരുള്ളൂ. പിന്നെ ആ ഒരു സൂചിക്ക് വന്നിട്ട് ഐ തിങ്ക് 40 രൂപ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല. ഷോപ്പിലാണെങ്കിൽ, ഓൺലൈനിലാണെങ്കിൽ റേറ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ സെറ്റ് ഓഫാണ് ഞാൻ കണ്ടത്. സിംഗിൾ പീസ് 80 രൂപയൊക്കെ കണ്ടു കേട്ടോ ഇത് സൂചി. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കടകളിൽ നിന്നൊക്കെ റേറ്റ് കുറവ് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂടിയ ത്രെഡ് തന്നെ വാങ്ങിക്കുക. ആക്ച്വലി ഇതിൽ നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് ഉണ്ട്, കോട്ടൺ ത്രെഡ്. ഇതൊരു ഉള്ളൻ ടൈപ്പാണല്ലോ, ഇങ്ങനെ ഈ നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിന്ന് ഒരുപാട് വൃത്തിയായിട്ടൊരു ത്രെഡാണ്. അങ്ങനെ ആ വൃത്തികേടല്ല, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കില്ല. പക്ഷേ കോട്ടൻ്റെ ത്രെഡാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് തോന്നിക്കും. പിന്നെ ഈ ഒരു
ഉള്ളൻ ത്രെഡ് ആകുമ്പോൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് 3.5 mm സൂചിയൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ വീഡിയോസിൽ കണ്ട് അവർ പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലവർക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും സെർച്ച് ചെയ്തെടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്തായാലും ഞാൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു മോഡൽ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണ കൈൻ്റെ മൂമെൻറ്റ്സെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ട് വിചാരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യണമായിരിക്കും. ആക്ച്വലി ഞാൻ ക്വാളിറ്റിയുള്ള ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ ചിലതിലൊക്കെ കംപ്ലയിൻറ്റ്സ് ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു അത്ര വലിയ കംപ്ലയിൻറ്റ്സ് അല്ലേ, 1-2 പേരാണ് എനിക്ക് കംപ്ലയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫോം ഷീറ്റ് അല്ലേ, സ്വർണം വരെ നമുക്ക് പൊട്ടിപ്പോവും, എല്ലാം ഡാമേജ് ആവാറുണ്ട്. പിന്നെ ഫോം ഷീറ്റ് നമുക്കിപ്പോൾ കുട്ടികളൊക്കെ പിടിച്ച് വലിച്ചാൽ പോവും, ഗിൽട്ട് കുറേ കഴിയുമ്പോൾ ഇളകി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ടു ബി വെരി ഹോണസ്റ്റ് ഞാൻ പറയണം, എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കിയ ഫോം ഷീറ്റ്, ഗിൽട്ട് ഫോം ഷീറ്റ് വെച്ച് ചെയ്ത ഒരു സാധനങ്ങളും ഇന്ന് വരെ കളറ് പോവുക ഇല്ലെങ്കിൽ അവരായിട്ട് പിച്ച് കേടുവരുത്തുക, അതായത് വലിയ കുട്ടിയല്ലേ ചെറിയ കുട്ടി കേടുവരുത്തുന്നല്ലാതെ ഇന്ന് വരെ അതിൻ്റെ കളറ് പോവുക ഇല്ലെങ്കിൽ വേറൊരു ഡാമേജ് ഒന്നും എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വന്നിട്ടില്ല. അതൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണം അതിനനുസരിച്ചിട്ടാണ് ഈ സാധനങ്ങൾ നിൽക്കുള്ളൂ. ഇതൊക്കെ ചെറിയ വിലയുടെ സാധനങ്ങളല്ലേ, 10-15 രൂപയുടെ സാധനങ്ങളൊക്കെ ഒരു എന്താ പറയുക നമ്മൾ സൂക്ഷിക്കണ അനുസരിച്ചിട്ട് നിൽക്കുള്ളൂ. പിന്നെ കുട്ടികളുടെ കയ്യിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. അപ്പോൾ നമ്മളത് എത്ര ശ്രദ്ധിച്ചാലും പിടിച്ച് വലിച്ച് കേടുവരുത്തേണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കേടുവരുത്തും. അപ്പോൾ എന്തായാലും ഇത് പറയാൻ ഞാൻ വന്നത് ഗിവ് എവേയുടെ കാര്യം ആരും മറക്കരുത്. ഇന്ന് മുതലിരുന്ന എല്ലാ വീഡിയോസിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോസ് ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് അറിയണവരെ കൊണ്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. അപ്പോൾ നമ്മൾ ഡിസംബർ 25 ഒന്നില്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസിന് മുമ്പല്ല, ഒന്നില്ലെങ്കിൽ ക്രിസ്മസ് ദിവസം അല്ലെങ്കിൽ ക്രിസ്മസിന് ശേഷം കേട്ടോ, ശേഷമായിട്ട് ഞാൻ നമ്മുടെ ഗിവ് എവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, മനുഷ്യന്മാരുടെ കാര്യമില്ല. പിന്നെ ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡിസംബർ 25 ഇല്ലെങ്കിൽ ഡിസംബർ ശേഷമായിട്ട് ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യണമായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് ആയിരിക്കും സെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിവ് എവേയുടെ വിന്നറിനായിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം. കഴിഞ്ഞ ഗിവ് എവേക്ക് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറേ പേര് എനിക്കറിയാം, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം. ആ ഒരു സപ്പോർട്ട് ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പറയണം കേട്ടോ. 3K ആക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ, നാളെയല്ല എപ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പവർ കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പം ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഈ മഴയൊക്കെ മാറി കറണ്ടൊക്കെ ഒന്ന് വൈഫൈ ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ വീഡിയോ ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.